ഹായ് ഹലോ കൊച്ചമാരെ, നമ്മുടെ ചാനൽ ഭരതനാട്യം എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഷോർട്ട് റിവ്യൂ ആണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് കാലത്തിന് ശേഷമാണ് ഒരു ചിത്രത്തിനെ കുറിച്ച് ഷോർട്ട് റിവ്യൂ ആണ് നമ്മൾ ചാനലിൽ പറയാൻ വേണ്ടി പോകുന്നത്. വേറെ ഒന്നുമില്ല, പല ചിത്രങ്ങളും കണ്ടു, പക്ഷെ അത് കൂടുതലായിട്ട് പറയണം എന്നുള്ള തോന്നൽ ഉണ്ടാവില്ല. കാരണം തീർച്ചയായിട്ടും നല്ല ചിത്രങ്ങളായിരിക്കണം, അല്ലെങ്കിൽ അനുഭവം മോശമായിരിക്കണം. രണ്ട് ചിത്രത്തിനെ കുറിച്ച് ഞാൻ നിങ്ങളിലേക്ക് ഷോർട്ട് റിവ്യൂ എത്തിക്കാറുള്ളൂ. ആ തീർച്ചയായിട്ടും ഭരതനാട്യം കണ്ടപ്പോൾ മികച്ചൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം നീണ്ട ഒരുപാട് ശേഷം സായികുമാർ എന്ന് പറയുന്ന ഒരു നടൻ്റെ ഒരു മികച്ച പ്രകടനം കണ്ടു. കാരണം അദ്ദേഹത്തിന് എന്താ പറയുക, ഒരു ഏജ്ഡ് ആയിട്ടുള്ള കഥാപാത്രമാണ് ചെയ്യുന്നത്. ഭരതൻ എന്ന് പറയുന്ന ആ കഥാപാത്രം അദ്ദേഹം മികച്ച രീതിയിൽ തന്നെയാണ് ഇതിൽ പ്രകടനം കാഴ്ച വെച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് ആക്റ്റ് ആയിട്ടുള്ള കഥാപാത്രം തന്നെയാണ്. കോമഡിയും കാര്യങ്ങളൊക്കെ അദ്ദേഹം ഉള്ളത് കൊണ്ട് തന്നെ പതിയെ സ്മൂത്തായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇമോഷണൽ ഭാഗത്താണെങ്കിലും എല്ലാം തന്നെ നല്ല ഓക്കെ ലെവൽ തന്നെയായിരുന്നു. സൈജി ഗ്രൂപ്പിനെ കുറിച്ച് പറയുമ്പോൾ നീണ്ട ഒരുപാട് കാലശക്തിയും ദാരിദ്ര്യം എന്ന് പറയുന്ന ആ കഥാപാത്രത്തിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കഥാപാത്രം നമ്മുടെ സൈജി ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ഈ രണ്ട് അമ്മമാരെ അവതരിപ്പിച്ച കഥാപാത്രമാണ് ശ്രീജ രവി, കലാരഞ്ജിനി. രണ്ടുപേരും മികച്ചൊരു പ്രകടനവും അവസാനം എത്തുമ്പോൾ ഇമോഷണലി കുറച്ച് കണ്ടിന്യൂ കുറച്ച് സീൻസൊക്കെ ഉണ്ട്. ഈ പ്രകടനം ബാക്കി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇമോഷണൽ നല്ല രീതിയിൽ ടച്ച് ചെയ്യാൻ സാധിച്ചത്. അതും ഒരു ഓക്കെ ലെവൽ തന്നെയാണ് സമ്മാനിച്ചത്. എന്തായാലും ഭരതനാട്യം എനിക്കൊരു ആവറേജിന് മുകളിൽ നിൽക്കുന്ന അനുഭവമാണ് എനിക്ക് തോന്നിയിട്ടുള്ളെങ്കിലും അതിൽ കുറച്ച് നെഗറ്റീവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഭരതനാട്യം എന്ന ചിത്രത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി തന്നെ നമ്മുടെ ചാനൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അറിയാൻ താല്പര്യമുള്ള ആ ഡീറ്റെയിൽ റിവ്യൂ ഒന്ന് കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ പോലത്തെ നമ്മുടെ ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്ന കാര്യം പരിഗണിക്കുക. വീണ്ടും മറ്റൊരു ചിത്രം റിവ്യൂ നിങ്ങളുടെ മുമ്പിൽ തിരിക്കാതിരിക്കും. ബൈ ബൈ ഫ്രണ്ട്സ്.